8. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബൺ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല, അതുപോലെ കുറച്ച് താളിച്ചും ചേർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് നല്ല ചെറിയ കുട്ടി കുട്ടി ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബൺദോശ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ 1.5 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും കൂടി കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മുതൽ 6 മണിക്കൂർ നേരം കുതിർത്തെടുത്താൽ മതിയാവും. ഇത് കുതിരാനിടുന്ന സമയത്ത് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുതിർത്തിയെടുക്കുന്നത്. കാരണം ഇനി ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. പച്ചരിക്ക് പകരം ഇഡ്ലി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെളുത്ത അവൽ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുത്തതാണ്. ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം കുതിർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചിരണ്ടിയ തേങ്ങയും വേണം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരിയും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരി കുതിർത്തിയ വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരി ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത 3/4 കപ്പ് അവലും 3/4 കപ്പ് ചിരണ്ടിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ 1.25 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കും. ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് കുഴയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പം ഇതിലേക്ക് നന്നായിട്ട് എയറൊക്കെ കയറി നല്ല ഫ്ലഫി ആയിട്ട് വരും. കാരണം നമ്മളിതിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊങ്ങി വരണമെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ മാവ് പൊങ്ങാൻ വെക്കുന്ന പോലെ ഒരു 10-12 മണിക്കൂർ നേരം നല്ലൊരു ചൂടുള്ള സ്ഥലത്ത് പൊങ്ങാനായിട്ട് വെക്കണം. ഇതിൽ നമ്മൾ ഉഴുന്ന് ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വൈകുന്നേരം 5 മണിക്കാണ് ഇത് അരച്ച് വെക്കുന്നത്. എനിക്കെപ്പോഴും ഇവിടെ മാവ് പൊങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിനകത്താണ് ഇത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഓവൻ ഇല്ലാത്തവർക്ക് ഒരു ചെരുവത്തിനകത്ത് കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബൗൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താലും പൊങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം പല സ്ഥലങ്ങളിലും ഒക്കെ താമസിക്കുന്നവർക്ക് ക്ലൈമറ്റൊക്കെ കാരണം പൊങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നാട്ടിലിപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല, അല്ലാതെ തന്നെ പൊങ്ങി വന്നോളും. പക്ഷേ വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ തന്നെ ഒന്ന് അരച്ച് വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ രാവിലെ 8 മണി ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു. ഞാനിപ്പോൾ ഇതൊന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം. അപ്പോൾ ഉഴുന്നൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല എയർ ബബിൾസൊക്കെ വന്ന് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് കഴുകിയതിന് ശേഷം 5 മിനിറ്റ് വെള്ളം പോകാനായിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പോൾ പാൻ നല്ല ചൂടായതുകൊണ്ട് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം, ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. നമ്മൾ മൂക്കാതെ നമ്മുടെ ദോശമാവിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇത് ദോശ ചുട്ട് കഴിയുമ്പോൾ കിടന്ന് വല്ലാതെ കടിക്കും. ഇപ്പോൾ ഇവിടെ ഉഴുന്നുപരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രാവിലെ തിരക്കുള്ള സമയമാണെങ്കിൽ ഈ ഉള്ളി നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്.
ഇപ്പോൾ ഇവിടെ ചെറിയുള്ളി ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് വെച്ച് തന്നെ ഒരു 10-20 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ കൂടെ ചേർക്കേണ്ടതാണ്, ഞാൻ വിട്ടുപോയതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബൺ ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചല്ലോ. അത് ഈ ഒരു അയവിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് അയഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനേക്കാൾ ഇത് കൂടുതൽ തിക്കായി പോയാൽ നമ്മൾ ബൺ ദോശ ചുട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുത്തതിന് ശേഷം ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണ ചുറ്റിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്തുള്ള ഈ മാവൊക്കെ ഒന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്കിതൊന്ന് മറിച്ചിടാനായിട്ട്. അതുവരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് നമ്മൾ മറിച്ചിടാറായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചുറ്റിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ മതി. ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇപ്പോൾ ഇതാ ഇവിടെ ബൺ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോക്കനട്ട് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.